മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും എൻ്റെ ജീവിതം ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒന്ന് മെച്ചപ്പെടുത്തി സക്സസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ പല അഡിക്ഷനിലും, അതെന്ത് അഡിക്ഷൻ ആയിക്കോട്ടെ, ഞാൻ പല അഡിക്ഷനിലും പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് ഓവർകം ചെയ്യണം. ആരോടും പറയാൻ പറ്റാത്ത പല അഡിക്ഷനിലും ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ സക്സസ്സിലേക്ക്, നിങ്ങളുടെ കരിയറിനെ പടുത്തുയർത്തുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അതിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. റിലേഷൻഷിപ്പ് അഡിക്ഷനിൽ നിന്ന് മുക്തമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. റിലേഷൻഷിപ്പ് അഡിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് എപ്പിസോഡുകളായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് എന്നുള്ളത് ഒബ്സസീവ് റിലേഷണൽ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളത്രമേൽ സ്നേഹിക്കുന്നവർ, നമ്മളെപ്പോഴും കൂടെ ഉണ്ടാകണം, നമ്മുടെ ലൈഫിൽ എന്നും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അത് ആരുമായിക്കോട്ടെ, അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പിൾസ് ആവാം, ആരുമാകാം. അങ്ങനെയുള്ള വ്യക്തികളെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ പാനിക്കാകുന്ന ഒരു അവസ്ഥാവിശേഷം റിലേഷൻഷിപ്പ് അഡിക്ഷൻ്റെ അടയാളങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ എണ്ണുന്നത്. എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ട ചിലത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അതായത് നിങ്ങൾ വളരെ ലോല മനസ്കനായിരിക്കും. മറ്റുള്ളവരെ, അതായത് നമ്മൾ ബന്ധപ്പെട്ട, നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ആൾക്കാരെ പറ്റിക്കാനറിയാത്ത ആളായിരിക്കും ഒന്ന്. നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരു 24 മണിക്കൂർ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഏകദേശം സമയവും അവരെക്കുറിച്ചിട്ട് ചിന്തയായിരിക്കും, അവരെക്കുറിച്ചിട്ടുള്ള ബോധമായിരിക്കും. എല്ലാ വിഷയങ്ങളും അവരെക്കുറിച്ചിട്ടൊന്ന് അറിയണം, അവരെവിടെയുണ്ടെന്ന് അറിയണം, അവർ എന്നെ ഓർക്കുന്നുണ്ടോ എന്നറിയണം, എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അറിയണം. അങ്ങനെ ഒരു സാഹചര്യമാണ്. എപ്പോഴും അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും. അവരില്ലാതെ ജീവിതത്തിൽ കോൺഫിഡൻസോടു കൂടി ജീവിക്കാൻ പറ്റില്ല എന്ന സാഹചര്യമായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ ഇട്ടിട്ടുള്ള റിലേഷൻഷിപ്പ് അഡിക്ഷൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. അതിലൊരുപാട് കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് യഥാർത്ഥത്തിലുള്ള റിലേഷൻഷിപ്പ് അഡിക്ഷൻ, എങ്ങനെ അത് കടന്നു വന്നു എന്നുള്ളതും അതിപ്പോൾ അതനുഭവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നും ആ കമൻറ്റ് ബോക്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സ്വഭാവമുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പ് അഡിക്ഷനിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. സമകാലിക പഠനങ്ങൾ തെളിയിക്കുന്നത് റിലേഷൻഷിപ്പ് അഡിക്ഷൻ എന്നുള്ളത് വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് മാത്രമല്ല, അവസാനം ഇത് നമ്മളെ ആത്മഹത്യയിലേക്ക് വരെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മൾക്കിഷ്ടപ്പെട്ട, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊരവസ്ഥ കടന്നു വന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും ഈ ഒരു ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥാവിശേഷത്തിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇത് തന്നെയാണ് സമീപകാലഘട്ടത്തിൽ ആത്മഹത്യ വർധനവിനുള്ള കാരണമാണെന്നും പഠനം തെളിയിക്കുന്നുണ്ട്. അടുത്തതായി നിങ്ങളോട് ചോദിക്കുന്നത്, ഈ റിലേഷൻഷിപ്പ് അഡിക്ഷൻ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ, അല്ലെങ്കിൽ പിന്നെ എന്ത്?